ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കടവന്ത്ര, കൊച്ചി പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിന് OMJC റിപ്പോർട്ടും OROP-1 സംബന്ധിച്ചും JCSORന്റെ 1973 പെൻഷൻ സിസ്റ്റത്തിൽ കുറവ് സംഭവിച്ചത് കാണിച്ചും ECHS, OROP-2 തുടങ്ങിയ കാര്യങ്ങളിൽ നൽകിയ കത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയർ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയർ പബ്ലിഷ് ചെയ്ത ലെറ്ററാണ്. ഇതിൻ്റെ ഹെഡിങ് OMJC റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും സംബന്ധിച്ച് നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ഉന്നയിച്ച കാര്യങ്ങൾ സംബന്ധിച്ച്. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കേരള 16/9/2023 അയച്ച കത്ത് പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് മുഖേന 20/10/2023 ലെറ്റർ വഴി ലഭിച്ചു. അതിൽ ഉന്നയിച്ച കാര്യങ്ങൾ താഴെ പറയുന്ന ഓഫീസുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന് വിശദീകരണം നൽകണം. ഒന്നാമതായി, JCSORനായുള്ള 1973 പെൻഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള കുറവ് സംബന്ധിച്ചും. രണ്ടാമതായി, ജസ്റ്റിസ് L. നരസിംഹ റെഡ്ഡി കമ്മീഷൻ്റെ OROP-1 സംബന്ധിച്ച OMJC റിപ്പോർട്ടിലെ റെക്കമെൻഡേഷൻസിൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനങ്ങളും വിശദമാക്കണം. മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും പെൻഷൻ പബ്ലിക് പോളിസി ഡിപ്പാർട്ട്മെൻറ്റ് മറുപടി നൽകണം. മൂന്നാമതായി, ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ എല്ലാവർക്കും റൂം ഫെസിലിറ്റി നൽകണം. ഇത് സംബന്ധിച്ച വിശദീകരണം WE ഡിപ്പാർട്ട്മെൻറ്റ് നൽകണം. നാലാമതായി, OROP-2 പോരായ്മകൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇത് സംബന്ധിച്ച വിശദീകരണം പെൻഷൻ പബ്ലിക് പോളിസി ഡിപ്പാർട്ട്മെൻറ്റ് നൽകണം. മുകളിൽ പറഞ്ഞ പോയിന്റുകൾ പരിശോധിച്ച് ശരിയായ വിശദീകരണം നേരിട്ട് നൽകുകയും പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിനെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതാണ് ഈ ലെറ്ററിൻ്റെ ഉള്ളടക്കം. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു വിശദീകരണം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.